എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ ആർട്ടിക്കിൾ ടുവേർഡ്സ് എ മെന്റൽ ഹെൽത്ത് സ്ട്രാറ്റജി എന്ന ആർട്ടിക്കിളാണ്. More needs to be done in India in the context of COVID-19, which has exacerbated mental illness. ഇതിനപ്പുറത്ത് നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം ഈ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നവോമി ഒസാക്കയുടെ വിഡ്രോവലാണ്. ആരാണ് നവോമി ഒസാക്ക? ഷീ ഈസ് ദ വേൾഡ് ക്ലാസ് ടെന്നീസ് പ്ലെയർ ഹൂ ഷീ വിഡ്രൂ ഫ്രം ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ്. കാര്യം എന്താണ് പറഞ്ഞത്? ഒരുപാട് മെന്റൽ ഹെൽത്ത് സ്ട്രെസ്സിൽ അല്ലെങ്കിൽ മെന്റൽ സ്ട്രെസ് കാരണം അവർക്കൊരു മെന്റൽ ഹെൽത്ത് സ്റ്റേബിൾ അല്ല എന്നൊരു കാരണത്താൽ പറഞ്ഞുകൊണ്ടാണ് അവർ ഒഴിവാക്കപ്പെടുകയുണ്ടായത്. അപ്പോൾ എന്താണ് മെന്റൽ ഹെൽത്ത് എന്ന് നോക്കാം. ആസ് പെർ WHO, mental health is a state of well-being in which an individual realizes his or her own abilities, can cope with normal stresses of life, can work productively, and is able to make a contribution to his or her community. അതായത് ഒരു വ്യക്തിക്ക് അയാളെക്കുറിച്ച് അയാളുടെ കഴിവുകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവുകൾ ഉണ്ടാവുകയും അതായത് സാധാരണ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ട്രെസ്സുകളെ അതിജീവിക്കാനുള്ള കഴിവുകൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ എന്താണ് അദ്ദേഹം ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ നൽകാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സാധ്യതയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെന്റൽ ഹെൽത്ത് എന്ന് വിളിക്കുന്നത്. പത്രത്തിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നോക്കുവാണെങ്കിൽ 1990 മുതൽ 2017 വരെയുള്ള കാലഘട്ടങ്ങളിൽ ശ്രദ്ധിക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ഉള്ള ആളുകളുടെ എണ്ണം ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. ഇതൊക്കെ എന്തൊക്കെയാണ്? ഇതിനെ കുറിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട സപ്പോർട്ടുകൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്താണ് ഈ ഒരു മേഖലകളിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകേണ്ടെന്ന അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഐഡിയാസ് ആണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ കൊണ്ട് പ്രതീക്ഷിക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് നോക്കാം, കുറച്ച് ഡേറ്റ നോക്കാം. ഒന്ന്, ഇന്ത്യ ഷെയർ എ മെന്റൽ ഹോസ്പിറ്റൽ പെർ 1 lakh population is as low as 0.01 in line with developing countries. നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ 1 ലക്ഷം ആളുകൾക്ക് വെറും 0.01 ഹോസ്പിറ്റലുകൾ മാത്രമാണ് എന്തിനായിട്ടുള്ളത്? മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടാവുന്നുള്ളൂ. അത് നമ്മുടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഡെവലപ്പിംഗ് രാജ്യങ്ങളുടെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ കണക്കുകളിൽ ഒന്നായിരിക്കും ഈ 0.01 എന്ന് പറയുന്നത്. രണ്ട്, ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെന്റൽ ഹെൽത്ത് യൂണിറ്റ്സ് ജനറൽ ഹോസ്പിറ്റൽസ് പെർ 1 lakh population globally. In 2016, India was ranked 114 with just 0.03 units per 1 lakh population. India was at 99th position in the distribution of mental health outpatient facilities. അതായത് 1 ലക്ഷം ആളുകൾക്ക് വെറും 0.1 യൂണിറ്റുകൾ മാത്രമാണ് ഒരു OPD കൊടുക്കാൻ നമ്മളുടെ രാജ്യത്തിന് സാധിക്കുന്നുള്ളൂ. India is also at the 64th position in the distribution of mental health day treatment facilities. അവിടെ എന്താണ്? നമ്മൾ വളരെ പിന്നിലാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പിന്നിലാവുന്നത്? Because we are lacking investment in this system. We are lacking infrastructure and trained workforce in this particular field. ഇത് എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുക? എന്തൊക്കെയാണ് ഈ സാഹചര്യം എന്ന് നമുക്ക് നോക്കാം. ഈ മെന്റൽ ഹെൽത്തിനുള്ള ആദ്യത്തെ ഒരു ചലഞ്ച് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മളുടെ ആളുകളുടെ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു തലത്തിലേക്ക് അസുഖബാധിതരായിട്ട് വരുന്ന ആളുകളുടെ എണ്ണം 1990 മുതൽ 2017 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ഡബിൾ ആകുന്നതനുസരിച്ച് ആളുകൾ ഇതിനുള്ളിലേക്ക് വരുന്നതിനനുസരിച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ, കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റുകൾ, കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് ഇൻവെസ്റ്റ്മെന്റുകൾ ഈ മേഖലയിൽ നടക്കുന്നില്ല. മറ്റു തലത്തിൽ നോക്കിയാൽ ലാൻസെറ്റ് സ്റ്റഡി പറയുന്നു 7-ൽ ഒരാൾ വീതം ഏതെങ്കിലും തരത്തിൽ മൈൽഡ് ആയിട്ടുള്ള മെന്റൽ ഡിസോർഡറിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതായത് ഇന്നത്തെ സമൂഹത്തിൽ 7-ൽ ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മെന്റൽ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് എന്നാണ് ലാൻസെറ്റ് പറയുന്നത്. അതായത് 1 out of 7 is undergoing a trauma of mental health disorder. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആയിട്ട് പറയുന്നത് മോർബിഡിറ്റി ആൻഡ് മൊർട്ടാലിറ്റി. എന്താണ് മോർബിഡിറ്റി ആൻഡ് മൊർട്ടാലിറ്റി? നമുക്കറിയാം ഏകദേശം എന്താണ് ഒരു വ്യക്തിയുടെ WHO പറയുന്നു, ഓർഗനൈസേഷൻ, there is 10 to 25 year life expectancy reduction in patients with a severe mental disorders. 10 മുതൽ 25 വർഷങ്ങൾ വരെ അതായത് സീരിയസ് ആയിട്ട് മെന്റൽ ഡിസോർഡർ ഉള്ള ആളുകളുടെ ജീവിതത്തിൽ നിന്നും
10 മുതൽ 25 വർഷം വരെ കുറവുണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കണക്കുകളായിട്ട് WHO പറയുന്നത്. അതിനൊപ്പം തന്നെ പറയുന്നു, ഇതിനകത്ത് ഈ മരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആയിട്ട് വരുന്നത് സൂയിസൈഡ്, ആത്മഹത്യ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്. അത് ഈവൻ ദോ മുഴുവൻ ആളുകളുടെയും അല്ലെങ്കിൽ മരണപ്പെടുന്ന ആളുകൾ മുഴുവൻ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ മുഴുവൻ കോസ് ഓഫ് സൂയിസൈഡ് അത്ര കണ്ട് റിവീൽഡ് ആവുന്നുമില്ല എന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഞെട്ടിപ്പിക്കുന്ന നമ്മളുടെ ഈ ആത്മഹത്യയുടെ കണക്കുകൾ മുന്നോട്ട് വരുന്നത്. Death suicide is a complex phenomenon and not only reported. Globally, the suicide rate was 10.6 per 1 lakh population, whereas in India, it was 16.3 per 1 lakh population. 2016 1 ലക്ഷം ആളുകളിൽ 16 മുകളിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതെന്താണ്? അവരിൽ പലരും അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഡിസോർഡറിൽ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് നടത്തുന്ന 1 ലക്ഷം പേരിൽ 16 പേരിലധികം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കണക്ക്. ഒന്ന്, സിവിയർ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ഉള്ള ആളുകൾക്ക് 10 മുതൽ 25 വർഷം വരെയുള്ള ആയുസ്സിൽ നിന്ന് കുറയുന്ന ഒരു സാഹചര്യം. അതിൽ പല മരണങ്ങളും പലപ്പോഴും എന്താണ്? ആത്മഹത്യയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യയാണ് ഏറ്റവും അതിന് മുന്നോട്ട് നിൽക്കുന്നത്. 1 ലക്ഷം ആളുകളിൽ 16.3 ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്. അടുത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു സ്റ്റിഗ്മയുണ്ട്. എന്തായിരിക്കും അത്? ഡിസ്ക്രിമിനേഷൻ. നമ്മളുടെ ആളുകളുടെ ചിന്താഗതികളിൽ ഈ മെന്റൽ ഹെൽത്ത് ഡിസോർഡറിലേക്ക് പോകുന്ന ആളുകൾക്ക് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന ഒരു രീതിയിലേക്ക് ജനങ്ങളുടെ ചിന്താഗതികളിലുണ്ട്. അപ്പൊ അത് പലപ്പോഴും ഉണ്ടാവാം, ഫാമിലിയിൽ നിന്ന് ഉണ്ടാവാം അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നുണ്ടാവാം. ഈ ഒരു സാഹചര്യത്തിൽ കൊണ്ട് തന്നെ എന്താവും, ഈ ആളുകൾ പലപ്പോഴും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ആ കൂടുതൽ പ്രശ്നങ്ങൾ എന്തിലേക്ക് അവസാനിപ്പിക്കാനും സാധ്യതയുണ്ട്, ഈ ഒരു സൂയിസൈഡിലേക്ക് എത്തിക്കാനുമുള്ള ഒരു സാഹചര്യമുണ്ട്. അടുത്ത നമുക്ക് നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പല പ്രോജക്റ്റുകളുണ്ട്. NMHP, നാഷണൽ ഹെൽത്ത് മിഷൻ, നാഷണൽ അഡോളസന്റ് ഹെൽത്ത് മിഷൻ, ആയുഷ്മാൻ ഭാരത്, ഇവയിലൊക്കെയും എന്താണ് ഗവൺമെന്റ് വളരെയധികം ഈ മെന്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടുന്ന സാഹചര്യം തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇനിഷ്യേറ്റീവാണ് NMPH 2014, മെന്റൽ ഹെൽത്ത് കെയർ ആക്ട്, മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017. ഈ 2 ഇനിഷ്യേറ്റീവ്സ് ഒരല്പം കൂടെ മുന്നോട്ട് പോയിട്ട് ഈ ആളുകളെ അല്ലെങ്കിൽ ഈ ഹെൽത്ത് മെന്റൽ ഡിസോർഡേഴ്സിന് വേണ്ടി ട്രീറ്റ്മെന്റ് നടത്തുന്ന ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ ഏറ്റവും അടുത്ത പ്രോബ്ലം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്കിംഗ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ട്രെയിൻഡ് വർക്ക് ഫോഴ്സ്. ഈ 3 പ്രോബ്ലംസിലാണ് അടുത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് രാജ്യത്തിന്റെ ഭാഗമായിട്ട് വേണ്ടത്. ഇൻ അഡീഷൻ ടു ദാറ്റ് വി നീഡ് സംതിങ് എൽസ് ടു റെഡ്യൂസ് ദ ട്രീറ്റ്മെന്റ് ഗ്യാപ്പ് ഫോർ മെന്റൽ ഡിസോർഡേഴ്സ്. എന്താ ട്രീറ്റ്മെന്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത്? ആക്ച്വലി ട്രീറ്റ്മെന്റ് വേണ്ട ആളുകളുടെയും ട്രീറ്റ്മെന്റ് ലഭിക്കുന്ന ആളുകളുടെയും തമ്മിലുള്ള അന്തരത്തിനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനാണ് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസം മുതലുള്ള ഒരു സാഹചര്യത്തിലാണ് തുടങ്ങേണ്ടത്. ഇപ്പൊ സ്കൂൾ തലങ്ങൾ തൊട്ടുള്ള കുട്ടികളുടെ മെന്റൽ അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ടുന്ന ഒരു സാധ്യത നമ്മളുടെ കൗൺസിലിംഗ് സിസ്റ്റം സ്കൂൾ തലം മുതൽ ഉണ്ടാവണം. എന്നാൽ സ്കൂൾ തലം കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ എന്താണ് അവരുടെ ഏതെങ്കിലും പബ്ലിക് ഹെൽത്ത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന്റെ കീഴിൽ ഒരു കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ടാവണം, വിച്ച് മസ്റ്റ് ബി മാൻഡേറ്ററിലി ഹാവിംഗ് എ വുമൺ സ്റ്റാഫ് ഓർ വുമൺ കൗൺസിലർ. എന്തുകൊണ്ടാണ്? ഈ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ഈ തരത്തിലുള്ള ഒരു ഈ മെന്റൽ ഹെൽത്ത് ഡിസോർഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്രഷൻ കാണുന്നത്. അപ്പം ഈ ഡിപ്രഷൻ പലപ്പോഴും എന്താണ്, നമുക്ക് ഒരു കൗൺസിലിംഗ് നടത്തണമെങ്കിൽ അവർക്ക് അവരുടെ കൗണ്ടർ പാർട്ടിൽ തന്നെയായിരിക്കാം അവർക്ക് കൂടുതൽ കൺവീനിയന്റ് ആവുക. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു വുമൺ കൗൺസിലർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കണം. അതുപോലെ എന്താണ്, we will have to move across the telemedicine system as well. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക? അവർക്ക് വേണ്ട അതുപോലെ ടെലി കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന പീരിയോഡിക്കൽ വിസിറ്റുകൾ നടത്താനുള്ള ഒരു സാഹചര്യവും ഈ ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇതൊക്കെയാണ് ഇതിന്റെ ഈ ഒരു തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. മെന്റൽ ഹെൽത്ത് അവയർനെസ്, ദിസ് ഷുഡ് ബി ഇൻക്ലൂഡ് ദി ട്രഡീഷണൽ മീഡിയ, ഗവൺമെന്റ് പ്രോഗ്രാം,
the education system, industry, and social media. Media awareness and government involvement is already happening in India, but both can improve. It is high time that industry and private sector companies set up counseling facilities. The application of big data and crowdsourcing ideas may help us inform decision making. ഇത്തരത്തിൽ ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ ഒരു എന്താ പറയാ ജനങ്ങളുടെ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവരിലേക്ക് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അതിന് വേണമെങ്കിൽ നമ്മളുടെ പുതിയ സോഷ്യൽ മീഡിയ സിസ്റ്റംസ് ഉപയോഗിക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള ബിഗ് ഡേറ്റ അനാലിസിസ് പോലുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി വഴി എടുക്കുകയും അതിന് വേണ്ടുന്ന ഓരോ സ്ഥലങ്ങൾ ഡെമോഗ്രഫി തിരിച്ച് അതിന് വേണ്ടുന്ന കൗൺസിലിംഗ് ആണെങ്കിൽ എന്താണോ ആവശ്യം അത് പ്രൊവൈഡ് ചെയ്യുന്ന രീതികളിലേക്ക് കൊണ്ടുപോകണമെന്നാണ് സുർജിത് കാർത്തികേയൻ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിലൂടെ ഉത്ബോധനം ചെയ്യുന്നത്. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് മാൽഡീവ്സ് വിൻ UNGA ഇലക്ഷൻ, യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഇലക്ഷൻ. അതായത് നമുക്കറിയാം എന്താണ് ഓരോ സ്ഥലങ്ങളിലും, അതായത് നമുക്ക് ഓരോ ജോഗ്രഫിക് ഗ്രൂപ്പുകളിലും ആഫ്രിക്ക, ഏഷ്യ പസഫിക്, ഈസ്റ്റേൺ യൂറോപ്യൻ, ലാറ്റിൻ അമേരിക്കൻ ആൻഡ് കരീബിയൻ ആൻഡ് വെസ്റ്റേൺ യൂറോപ്യൻ ആൻഡ് അതർ സ്റ്റേറ്റ്, അപ്പൊ ഇങ്ങനെയുള്ള ഓരോ രീതികളിലേക്കും ഓരോ വർഷത്തേക്കാണ് പ്രസിഡൻസി എന്ത് ചെയ്യുന്നത്, റൊട്ടേഷനിലാണ് വരിക. ഇപ്രാവശ്യം 76ാമത് ജനറൽ അസംബ്ലി പ്രസിഡൻസിയിലേക്ക് എത്തിയത് അബ്ദുള്ള ഷാഹിദ് ആയിരുന്നു. അബ്ദുള്ള ഷാഹിദിന് ഒപ്പോസ് ചെയ്ത് വന്നത് മിസ്റ്റർ റസൂൽ ആണ്. ഹീസ് ഫ്രം അഫ്ഗാനിസ്ഥാൻ. ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളും പ്രധാനമായിട്ടുള്ള രാജ്യമാണ്. പക്ഷെ അഫ്ഗാനിസ്ഥാൻ അവരുടെ കാൻഡിഡേച്ചർ ഡിക്ലെയർ ചെയ്തത് വളരെ വൈകിട്ടായിരുന്നു. അതിനു മുൻപ് തന്നെ മാൽഡീവ്സ് അവരുടെ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സപ്പോർട്ട് മാൽഡീവ്സിന് എക്സ്റ്റെൻഡ് ചെയ്തതിനാൽ അഫ്ഗാനിസ്ഥാനെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത്. എനിവേ, ഇന്ത്യ സപ്പോർട്ടഡ് മാൽഡീവ്സ് ടു വിൻ ഇൻ UNGA ഇലക്ഷൻ. നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ടൈസിന് വളരെയധികം കോപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു മുന്നേറ്റമായിരുന്നു മാൽഡീവ്സിന്റെ ഈ വിന്നിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ UNGA എന്താണെന്നൊക്കെ അല്ലെങ്കിൽ ജനറൽ അസംബ്ലി ഇതിനെക്കുറിച്ച് യുഎന്റെ ഡിഫറെന്റ് ബോഡീസിനെ കുറിച്ചൊക്കെ പഠിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾക്ക് UNGA പ്രസിഡൻസിനെ കുറിച്ച് മാത്രം ചിന്തിക്കാം. The President of United Nations General Assembly is a position voted for the representation in the United Nations General Assembly on a yearly basis. അദ്ദേഹത്തിന്റെ ടെന്യൂർ ഒരു വർഷത്തേക്കായിരിക്കും. The President is the chair and presiding officer of General Assembly. ഇതൊന്ന് ഓർത്ത് വെക്കാം. It is customary that no permanent member of the United Nations Security Council ever serves as UNGA president. അതായത് പെർമനന്റ് മെമ്പേഴ്സ് ആരും UNGA പ്രസിഡന്റ് ആയിട്ട് ഇന്നോളം സെർവ് ചെയ്തിട്ടില്ല. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിളിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് മുൻപ് നമ്മൾ മെയ് 15-ാം തീയതി ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു ആർട്ടിക്കിൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് RK വിച്ച് IPS എഴുതിയ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ദി ഹിന്ദുവിൽ. ഈ ആർട്ടിക്കിളിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ഒരു ഇന്ത്യയിലെ അഡോപ്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മെയ് 15-ന്. അപ്പം അതുമായിട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ ഒരു ഇല്ലീഗൽ അഡോപ്ഷനെ കുറിച്ച് സുപ്രീം കോടതി അല്ലെങ്കിൽ നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് അഡോപ്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് കൃത്യമായിട്ട് മെയ് 15-ാം തീയതിയിലെ RK വിച്ചിന്റെ ഒരു ആർട്ടിക്കിൾ, ഒരു എഡിറ്റോറിയൽ പേജ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മളുടെ അന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് പോവുക, അത് കേൾക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇത് വായിച്ചാൽ അല്പം കൂടെ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് NCPCR, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മെയ് 15-ാം തീയതി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. has urged the Supreme Court to intervene in the matter of illegal adoption taking place in the backdrop of pandemic. ഇപ്പോൾ പലപ്പോഴും പല കുട്ടികളെയും അഡോപ്റ്റ് ചെയ്യാൻ പല ആളുകളും പല സംഘടനകളും സന്നദ്ധരായി മുന്നോട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഫാമിലീസിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു ഇനിഷ്യേറ്റീവായിട്ട് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു വാഗ്ദാനമായിട്ട് പല പ്രൈവറ്റ് ഓർഗനൈസേഷനും ഇൻഡിവിജ്വൽസും മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ
അതുപോലെ അതിനു വേണ്ടുന്ന സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ സുപ്രീം കോടതി പറഞ്ഞു വിച്ച് ആർ ഓൾ വയലേറ്റിംഗ് ദ വെരി ഫണ്ടമെന്റൽസ് ഓഫ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 74 ഓഫ് ദ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് prohibits the disclosure of the identity of children with regard to the name, school, age, address or any information which would reveal the essential details of the child. അതായത് ഒരു കുട്ടിയെ അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടുന്ന എന്തൊരു മിനിമം ഡേറ്റ ആണെങ്കിലും ശരി അത് ഡിസ്ക്ലോസ് ചെയ്യുന്നതിൽ നിന്നും സംഘടനകളെയാണെങ്കിലും വ്യക്തികളെയാണെങ്കിലും സെക്ഷൻ 74 ഓഫ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് തടയുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതൊരു ഒരു ഇല്ലീഗൽ പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എയറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് സുപ്രീം കോടതിയുടെ അഭിപ്രായം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഉപദേശം എന്ന് പറയുന്നത്. NCPCR urges the court to direct the states and UTIs to not place any confidential information about children in the public domain which would make them susceptible to trafficking. പലപ്പോഴും എന്താണ് അത്തരത്തിൽ ഏതെങ്കിലും കുട്ടികളുടെ ഒരു ഡേറ്റ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പലപ്പോഴും ട്രാഫിക്കിങ്ങിലേക്ക് അല്ലെങ്കിൽ കടത്തിക്കൊണ്ടു പോകലിലേക്ക് നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ഒരു കടത്തിക്കൊണ്ടു പോകാൻ ഉള്ള സാഹചര്യത്തിലേക്ക് വിടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് NCPCR സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു. എന്തിനാണ് ഇത്തരത്തിൽ ഏത് തരം പ്രൊസീജിയർ ആണെങ്കിലും അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ്സ് ആണെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം എന്ന ഒരു ആവശ്യം സുപ്രീം കോടതിയുടെ മുന്നിൽ വെക്കുകയും സുപ്രീം കോടതി അത്തരത്തിലുള്ള ഏതൊരു ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ആണെങ്കിലും ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ സെക്ഷൻ 74 വയലേഷൻ ആണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. The adoption of orphaned or abandoned or surrendered children is lawful only after the adoption of procedure as given under the Juvenile Justice Act 2015 is followed. ഇത് നമ്മൾ മെയ് 15 ആർട്ടിക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് അതൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾ കേട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. The commission asked the court to direct the states and UTs to create state juvenile justice funds to enable the credit of donation, contribution, subscription directly to the notified account. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ 15-ാം തീയതിയിലെ ആർട്ടിക്കിൾ ഒന്ന് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നുകൂടി വായിച്ചു നോക്കുക, ആർട്ടിക്കിൾസ് വായിച്ചു നോക്കുക, നന്നായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്ത് തന്നെ നമ്മൾ ഒരു പ്രിലിംസ് മോക്ക് ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അതിലും പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. Thank you all for your time.